പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 8-ാം തീയതി തിങ്കളാഴ്ച. 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ ശമൂവേലിനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഇന്നത്തെ ധ്യാനവചനം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. ഇസ്രായേൽ ജനം ശമൂവേലിനോട് പറഞ്ഞു, മറ്റു ജാതികളെപ്പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ നിയമിച്ചു തരണം. ഈ അഭ്യർത്ഥന കേട്ടപ്പോൾ ശമൂവേലിൻ്റെ ഹൃദയം വേദനിച്ചു. തൻ്റെ നേതൃത്വത്തെ ജനങ്ങൾ നിരസിച്ചുവെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ദൈവം ശമൂവേലിനോട് പറഞ്ഞതായ വാക്കുകൾ അതിശയകരം. അവർ നിന്നെയല്ല തള്ളിയത്, എന്നെയാണ് തള്ളിയത്. മനുഷ്യഹൃദയത്തിൻ്റെ ഒരു വലിയ ദൗർബല്യമാണ് ഇവിടെ നാം കാണുന്നത്. ദൈവം തന്നെ അവരുടെ രാജാവും വഴികാട്ടിയും രക്ഷകനുമായിരുന്നിട്ടും അവർ കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു രാജാവിനെ ആഗ്രഹിച്ചു. അദൃശ്യനായ ദൈവത്തെക്കാൾ ദൃശ്യമായ ലോകത്തിൻ്റെ ആശ്രയങ്ങളെയാണ് അവർ കൂടുതൽ വിശ്വസിച്ചത്. ഇന്നും ഈ വചനം നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുന്നു. പലപ്പോഴും നാം ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യശക്തിയെയും സമ്പത്തിനെയും സ്ഥാനമാനങ്ങളെയും നമ്മുടെ സുരക്ഷിതത്തിൻ്റെ അടിത്തറയാക്കും. നമ്മുടെ പദ്ധതികൾക്ക് മുൻഗണന നൽകുകയും ദൈവഹിതത്തെ പിന്നിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അറിയാതെയെങ്കിലും ദൈവത്തോട് പറയുന്ന ഇതാണ്, കർത്താവേ, നീ രാജാവായിരിക്കേണ്ട, ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയം ഒരു പിതാവിൻ്റെ ഹൃദയമാണ്. ജനങ്ങൾ അവനെ നിരസിച്ചപ്പോഴും അവൻ അവരെ ഉപേക്ഷിച്ചില്ല. അവരുടെ തെറ്റുകൾക്കിടയിലും അവൻ അവരെ സ്നേഹിച്ചു. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ മഹത്വം. മനുഷ്യൻ തള്ളിക്കളയുമ്പോഴും ദൈവം കൈവിടുന്നില്ല. മനുഷ്യൻ അകന്നു പോകുമ്പോഴും ദൈവം വിളിച്ചുകൊണ്ടിരിക്കും. ഈ വചനം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ രാജാവ് ആരാണ്? നമ്മുടെ തീരുമാനങ്ങളുടെ സിംഹാസനത്തിൽ ആരാണ് ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ കിരീടം ആരുടെ തലയിൽ വെച്ചിരിക്കും? യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവാകുമ്പോൾ ഭയത്തിന് പകരം സമാധാനമുണ്ടാകുന്നു. ആശയക്കുഴപ്പത്തിന് പകരം ദിശ ലഭിക്കുന്നു. നിരാശയ്ക്ക് പകരം പ്രത്യാശ ഉദിക്കും. ലോകത്തിലെ രാജാക്കന്മാർ നമ്മെ നിരാശപ്പെടുത്താം, പക്ഷെ സ്വർഗത്തിൻ്റെ രാജാവായ കർത്താവ് ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ വീണ്ടും തുറക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും തീരുമാനങ്ങളുടെയും മേൽ യേശുവിനെ രാജാവായി അംഗീകരിക്കാം. കാരണം ദൈവത്തെ രാജാവായി അംഗീകരിക്കുന്ന ഹൃദയമാണ് യഥാർത്ഥ സമാധാനവും അനുഗ്രഹവും അനുഭവിക്കുന്നത്. ഓർക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ജീവിതം ശരിയായ ദിശയിൽ സഞ്ചരിക്കൂ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ രാജാവ് അങ്ങ് തന്നെയാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയും. പലപ്പോഴും അങ്ങയേക്കാൾ ലോകത്തിൻ്റെ ആശ്രയങ്ങളെ ഞങ്ങൾ വിശ്വസിച്ച് നിമിഷങ്ങൾ ക്ഷമിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയ സിംഹാസനത്തിൽ അങ്ങ് വാഴുവാൻ കൃപ നൽകണമേ. അങ്ങയുടെ ഹിതത്തിൽ നടക്കാൻ, അങ്ങയുടെ ശബ്ദം അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.